ടിക്ടോക്കിനെ പൂട്ടിവീഴും. ആപ്പ് സ്റ്റോറിൽ നിന്നും ഒഴിവാക്കാൻ ഗൂഗിളിനും ആപ്പിളിനും നിർദ്ദേശം. വൈറലായ ടിക്ടോക്ക് ഭ്രമത്തിന് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ആപ്പിന്റെ ലഭ്യത ഇല്ലാതാക്കാൻ ഗൂഗിളിനോടും ആപ്പിളിനോടും സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ. ഗൂഗിളിന്റെയും ആപ്പിളിന്റെയും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യുക വഴി പുതുതായി ഇവ ഡൗൺലോഡ് ചെയ്യുന്നത് തടയാനാവുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെതാണ് പുതിയ ഉത്തരവ്. എന്നാൽ നേരത്തെ ഡൗൺലോഡ് ചെയ്തത് നിരോധിക്കാൻ ഇതുവഴി സാധിക്കില്ല. ഉത്തരവിന് പിന്നാലെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് അപ്രത്യക്ഷമായി. നേരത്തെ മദ്രാസ് ഹൈക്കോടതി ടിക്ടോക്ക് നിരോധിക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ സുപ്രീം കോടതിയിലെത്തിയ ഹർജി കോടതി സ്റ്റേ ചെയ്തിരുന്നില്ല. ഇത് സംബന്ധിച്ച കേസിന്റെ അടുത്ത വാദം ഏപ്രിൽ 22-നാണ്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് ദീപക് ഗുപ്ത, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരാണ് വാദം കേൾക്കുക. ചൈനീസ് കമ്പനി ബൈറ്റ് ഡാൻസ് ആണ് ആപ്പിന്റെ നിർമ്മാതാക്കൾ. പോണോഗ്രാഫിക് കണ്ടന്റുകളും മര്യാദപരമല്ലാത്ത വീഡിയോകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ആപ്പിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കുട്ടികൾ ആപ്പ് വഴി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയോട് ആപ്പിന് നിരോധനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ കണ്ടന്റുകൾ നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ ശ്രമം നടത്തുമെന്നും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് എല്ലാ രീതിയിലുമുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് ടിക്ടോക്ക് ഉടമകളുടെ വിശദീകരണം. ഇത്തരത്തിൽ 6 മില്യൺ ആളുകളുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്തെന്നും കമ്പനി വ്യക്തമാക്കി. ഓരോ മാസത്തിലും 54 മില്യൺ ഉപഭോക്താക്കളാണ് പുതുതായി ടിക്ടോക്ക് ഉപയോഗിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് അപ്രത്യക്ഷമായെങ്കിലും മറ്റു ബ്രൗസറുകൾ വഴി ആപ്പ് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ എന്ത് നടപടി ഉണ്ടാകുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മൊബി ന്യൂസ്.